ആ കേസ് നമ്മളിന്നേ അഞ്ചങ്ങാടി കടപ്പുറത്ത് എത്തിയാണ്ടോ. അപ്പോൾ ഇവിടെ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു സാധനം ഇരിക്കണം നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇതുവരെ അത് എന്താണെന്നുള്ള നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇവർ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന വല്ല ഫൈബർ ബോട്ടോ അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളാവുന്ന നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഇവിടെ ഇരിക്കണുണ്ടപ്പോൾ ഇന്ന് വേറെ ഇവിടെ എന്താ പറയുക ഫിഷിംഗ് ഒന്നുമില്ല. ആരും കടലിറങ്ങി വീശണമൊന്നും കാണില്ല. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മളിത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ ചോദിച്ചു. പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 2-3 മാസത്തിന് കൂടുതലായി ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ പറയണതെന്ന് വെച്ചാൽ നമ്മളിവിടെ ആ കണ്ടെയ്നർ പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ നിന്ന് ആ കപ്പലിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഐറ്റമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു സൈഡൊക്കെ എന്താ ഒരു എന്താ പറയുക ഫൈബർ ചെയ്ത പോലത്തെ ഒരു മിക്സ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ നല്ല ഹാർഡാണ് കേട്ടോ. അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മറ്റേ സ്പോഞ്ച് പോലത്തെ ഒരു തെർമോക്കോൾ പോലത്തെ ഒരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ. അത് മാത്രമല്ല നല്ല ബലത്തിൽ തന്നെ ഉണ്ടാക്കിയുള്ള ഇരുമ്പിൻ്റെ കുറ്റിയാണ് ഈ കാണുന്നത് കണ്ടോ. ഇരുമ്പിൻ്റെ കുറ്റികൾ ഇതാ ഇരുമ്പിൻ്റെ ഇത് കണ്ടോ. ഇരുമ്പിൻ്റെ നല്ല അടിപൊളി കമ്പി ഇതൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനം തന്നെ ഉണ്ടോ. ആ ഒരു ലെവലിലാണ് ഇവർ സെറ്റ് ചെയ്തത്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയതെന്നോ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. കാരണം അതണ്ട ഇതിൻ്റെ ഇടയിലൊക്കെ ഒരു തരം എന്താ പറയുക ചാക്കുമ്മ ഒരു ഫൈബർ ചെയ്ത പോലെയാണ്. ഉള്ളിൽ തെർമോക്കോളും ഇവിടെ ഈ സെൻറ്റർ ഭാഗത്തും അതുപോലെ തന്നെ നല്ലൊരു കുറ്റിയല്ല ഇരുമ്പിൻ്റെ നിറഞ്ഞ സാധനമാണ്. ഇരുമ്പിൻ്റെ ഫുൾ ഇരുമ്പ് ഇത്രയും വണ്ണത്തിൽ ഇതുണ്ടോ. ഈ ഒരു വണ്ണത്തിൽ ഇത്രയും ഫുള്ള് നിറഞ്ഞ ഇരുമ്പുകൾ. അതുപോലെ തന്നെ അതവിടെ വീണ്ടും ഇതിവിടെ അങ്ങനെ 3 തൂണ് കൊടുത്തിട്ടുണ്ട് അവർ. അതിന് ഹോള് കാണുന്നുണ്ട് ഇരുമ്പിൽ. അങ്ങനത്തെ 3 ഹോള് കൊടുത്തിട്ട് ഒരു 10 അടിയോ 12 അടിയോ നീളമുണ്ടാവും. 10 അല്ലെങ്കിൽ 12 അടി നീളത്തിനാണ് ഇവരിത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് എന്തിനാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയില്ല. ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് എങ്ങനെയാണ്. ഏകദേശം ഒരു 12 അടി 10 അല്ലെങ്കിൽ 12 എന്തായാലും ഉണ്ടാവും. വേണ്ട ഇത്രയും നീളത്തിൽ സംഭവം ഒരു വഞ്ചീര ഇതുപോലൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ അത് എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ എന്താ പറയുക കപ്പലിൽ എന്തെങ്കിലുമൊക്കെ അത് ഉണ്ടാകുമ്പോൾ ഇതുമ്മ കയറിയിട്ട് അതുമ്മ കയറി ഇരുന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കാം പൊന്തിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള. പക്ഷെ അത് തകരാതിരിക്കാനായിരിക്കും ഇത്രയും ഹാർഡായിട്ടുള്ള ഇരുമ്പിൻ്റെ കമ്പികൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. പുറത്തുള്ളതൊക്കെ അപ്പോൾ ഇതുപോലെ പല സാധനങ്ങളും നമ്മൾ കടപ്പുറത്ത് ഇങ്ങനെ വന്നടിയാറുണ്ട്. മുമ്പ് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു കപ്പലിൻ്റെ തൂണൊരു കടിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുരാവസ്തു ഗവേഷകർ കൊണ്ടുപോയി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഓക്കെ ബൈ.